ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൻ്റെ ABS വാർണിംഗ് ലൈറ്റ് കത്തി നിൽക്കുന്നു. പക്ഷേ ഒരു ചെരുവിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സെൻസർ ലൈറ്റ് കെട്ടുപോകുന്നുണ്ട്, പിന്നെ കത്തുന്നില്ല. പക്ഷേ പിന്നെയും നിരപ്പിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡിൽ പോകുന്ന സമയത്ത് പിന്നെയും ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് വിനീഷ് PK ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: 2009 മോഡൽ A സ്റ്റാർ ഉണ്ട്, അതിൻ്റെ ABS വാർണിംഗ് ലൈറ്റ് കത്തി നിൽക്കുന്നു. നാല് സെൻസർ മാറി, പക്ഷേ ഇടതുഭാഗം ചേർത്ത് പാർക്ക് ചെയ്താൽ ABS ലൈറ്റ് പോകും, വീണ്ടും നേരെയായാൽ പിന്നെയും വരും. അതിന് കാരണം എന്താണ്? ദയവായി ഇതിന് മറുപടി തരാമോ? ഷുവറായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ABSൻ്റെ 4 സെൻസറും മാറിയതിൻ്റെ കാരണം എന്താണെന്ന് കൂടെ ഒന്ന് വ്യക്തമാക്കുക. കാരണം ഒരു കാരണവശാലും 4 സെൻസേഴ്സ് ഒന്നിച്ച് പോവില്ല. നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ABS എന്ന് പറയുന്നൊരു യൂണിറ്റ് വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളുടെ ഡാറ്റ എടുത്തിട്ടാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന മെയിൻ ഒരു സോഴ്സാണ് വീൽ സ്പീഡ് സെൻസർ. അതായത് ഓരോ വീലിലും വരുന്ന സെൻസേഴ്സാണ്. അതായത് ആ വീൽ അല്ലെങ്കിൽ ആ ഒരു ടയറിൻ്റെ കറക്കം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി അതിൻ്റെ ബെയറിങ്ങിനകത്താണ് ഈ ഒരു സെൻസർ മെയിൻലി വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ടയറിൻ്റെയും കറക്കം ശരിക്കും നമ്മുടെ ECMലോട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വീൽ സ്പീഡ് സെൻസർ അല്ലെങ്കിൽ ടയറിൽ വരുന്ന സ്പീഡ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു 4 സെൻസർ മാറിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 4 സെൻസർ മാറിയെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഒരു കാരണവശാലും ABSൻ്റെ 4 സെൻസർ ഒന്നിച്ച് കംപ്ലയിൻറ്റ് വരത്തില്ല. ഇൻ കേസ് അങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് ഈ പറഞ്ഞ 4 സെൻസേഴ്സിന് പ്രോബ്ലം വരാൻ ചാൻസസ് ഉള്ളൂ. പലരും ജസ്റ്റ് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ തന്നെ വീൽ സ്പീഡ് സെൻസർ ഉടനെ മാറി വിടുന്നത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു കാരണമാണ്. കാരണം ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏത് യൂണിറ്റിനാണ് കംപ്ലയിൻറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വയറിങ്ങിന് പ്രശ്നം വരാം, ഫ്യൂസ് പോകാം, ഈ പറയുന്ന പോലെ വീൽ സ്പീഡ് സെൻസേഴ്സിന് കംപ്ലയിൻറ്റ് വരാം, ABSൻ്റെ മൊഡ്യൂളിന് പ്രശ്നം വരാം, മൊഡ്യൂളിലോട്ടുള്ള വയറിംഗ് കിറ്റിന് പ്രശ്നം വരാം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ചെറിയ കാര്യം അതായത് ഈ പറയുന്ന സെൻസേഴ്സ് തന്നെയാണ്. പക്ഷേ ചെക്ക് ചെയ്യാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരു കാരണവശാലും അത് മാറാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ ചെക്ക് ചെയ്ത് നോക്കുക. മൊഡ്യൂൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാതിരുന്ന് പോകുന്ന സമയത്തൊക്കെയാണ് പലപ്പോഴും ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള ചാൻസസ് കൂടുതൽ. പിന്നെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് ഒരു ചെരുവിൽ നിൽക്കുന്ന സമയത്ത് മാറിപ്പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എന്ത് കാരണം കൊണ്ടാണ് ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നതെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. കാരണം മൊഡ്യൂളിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെരിഞ്ഞാൽ അത് കാണിക്കാതിരിക്കാനുള്ളൊരു ചാൻസസ് ഒട്ടുമില്ല, അത് പിന്നെയും കാണിക്കും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ, പക്ഷേ ഇത് ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നില്ല, ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വാഹനം കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയേച്ചും എന്താണ് ഈ ഒരു ട്രബിൾ കോഡ് അല്ലെങ്കിൽ ഒരു എറർ കോഡ് കാണിക്കുന്നതെന്ന് നോക്കുക. ആ എറർ കോഡ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് അത് ബേസ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വെറുതെ നമ്മൾ ഓരോ പാർട്സുമായിട്ട് മാറി വെച്ച് നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ട് ഇത് വർക്കാകുന്നില്ല? ഇതിപ്പോൾ ചിലപ്പോൾ മെയിൻലി ഞാൻ ഈ പറഞ്ഞ ഒരു ഫ്യൂസ് പോയാലും വരാം. ചിലപ്പോൾ ഒരു ചെരുവിലൊക്കെ കിടക്കുന്ന സമയത്ത് ഈ ഫ്യൂസ് ചെറുതായിട്ട് അനങ്ങോ വല്ലതൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായതിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ലൈറ്റ് കെട്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഏതായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ഫ്യൂസ് വല്ലതും കെട്ടിയിട്ടിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു അനക്കോ വല്ലതൊക്കെ സംഭവിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു വാർണിംഗ് ലൈറ്റ് കെട്ടുപോകും. കാരണം അവിടെ കോണ്ടാക്റ്റ് കിട്ടുന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. ABS ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടും. അതിനെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യം സ്കിഡിങ് ഒഴിവാക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ABS.